നമ്മൾ തലശ്ശേരിക്കാർ ജാതി മതമൊന്നും നോക്കാണ്ട് ഒറ്റക്കെട്ടായി ജീവിക്കുന്ന ആൾക്കാരാണ്. ചെറുപ്പത്തിൽ തന്നെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ അപ്പുറത്തെ വീട്ടിൽ ഇപ്പുറത്തെ വീട്ടിലെ ആൾക്കാരെല്ലാം ഒരുമിച്ച് കളിക്കുന്നതാണ്. ഇപ്പൊ ഞാനൊരു അധ്യാപിക, ഞാൻ കോളേജിൽ പോയി കഴിഞ്ഞാൽ തന്നെ എവിടുന്നാ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് തലശ്ശേരി കതിരൂന്നാന്ന് പറയുമ്പോൾ അവരെന്റെ അടുത്തേക്ക് ചെകുവേരന്റെ നാടല്ലേ, അപ്പൊ എന്തായാലും മാർക്സിസ്റ്റ് പാർട്ടി ആയിരിക്കും അല്ലേ. അതിൽ എനിക്ക് അഭിമാനം കൊള്ളാനേ ഉള്ളൂ. നമ്മള് മുസ്ലിങ്ങള് എല്ലാവരും മാർക്സിസ്റ്റ് പാർട്ടിന്റെ ഒപ്പം തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ ആര് വർഗീയത നമുക്ക് ഇടയിൽ വളർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് അവിടെ യേശുവില്ല. നമ്മളെപ്പോഴും ഒറ്റക്കെട്ടാ. ഇപ്പൊ നമ്മളെ നേതാവ് കാരായ രാജേട്ടൻ ഒരു വലിയ മനുഷ്യ സ്നേഹിയാണ്. അപ്പൊ നമ്മളെ വോട്ട് എന്തായാലും അദ്ദേഹത്തിന് തന്നെ. രാജേട്ടന്റെ പേര് ഒരു കള്ളക്കഥ പ്രചരിക്കുന്നുണ്ട്, ഫസൽവാദ കേസ്. അതാരെ ചെയ്തതെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ ഇവിടെയുള്ള തലശ്ശേരിയിലെ മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതാരെയാ ചെയ്തെന്നുണ്ട്. ഇത് പുറത്തുനിന്നുള്ള ആൾക്കാർ ഒരു വ്യാജ പ്രചരണമായിട്ട് വന്നതാണ്, ഇത് രാജേട്ടനാ ചെയ്തെന്നൊക്കെ. നമ്മളിവിടെ തലശ്ശേരിയിലെ മുസ്ലിങ്ങൾക്കൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്. നിങ്ങൾ ഒന്നും നോക്കണ്ട, ഈ കാലം അത്രയും ഉണ്ടായ ഇലക്ഷനിൽ മൊത്തം വിജയിച്ചതാരാ? ഇത്രയും മുസ്ലിങ്ങൾ ഉണ്ടായിട്ട് ആരാ വിജയിച്ച? LDF അല്ലേ. അതെങ്ങനെയാ? അപ്പോൾ നമ്മളെ മറ്റുള്ളവർ വർഗീയത പറഞ്ഞിട്ടും നമ്മളെ വ്യാജപ്രചരണം പറഞ്ഞിട്ടും മറ്റുള്ളവർ എന്താ പറയുക നമ്മളെ തമ്മിൽ അടുപ്പിക്കാൻ നോക്കുന്നത്. അത്രയേ ഉള്ളൂ. ഈ കഴിഞ്ഞ 10 വർഷത്തെ ഭരണം വെച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളെ റോഡ്, പിന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, പിന്നെ തൊഴിലുറപ്പിലുണ്ടായ ശാക്തീകരണം, പിന്നെ വീട്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ എത്ര വികസനം വന്നെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ? അപ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനിയും പിന്നെ LDF തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്തൊക്കെ വികസനം ഉണ്ടാകുന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ കയ്യിലുള്ള പക്ഷിനെ വെച്ചിട്ട് പറക്കുന്ന പക്ഷിനെ പിടിക്കാൻ നമുക്ക് താല്പര്യമില്ല. നമുക്ക് ഈ പാർട്ടി തന്നെ മതി.